പ്രതിപക്ഷ ബഹളത്തിനിടെ തദ്ദേശ വാർഡ് വിഭജന ബില്ല് നിയമസഭ പാസാക്കി സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമെന്നായിരുന്നു അജണ്ട. അസാധാരണ ഘട്ടങ്ങളിലാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് പാസാക്കുന്നത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, പ്രതിപക്ഷ സഹകരണം ഇല്ലാത്തതുകൊണ്ട് എന്നാവില്ലേ സ്വാഭാവിക പ്രതികരണം അല്ലെങ്കിൽ സ്വാഭാവിക ന്യായീകരണം? ഷഫീദ്, ഇതൊരു അസാധാരണ നടപടിയെ നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം സാധാരണഗതിയിൽ നിയമസഭയിൽ വരുന്ന ഒരു ബിൽ അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും എന്നുള്ളതാണ് അതിന്റെ സാധാരണ നടപടിക്രമം. ഇത്തവണയും ഈ തദ്ദേശ വാർഡ് വിഭജന ബില്ല് അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമെന്നായിരുന്നു അജണ്ടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ പോലും ഭേദഗതി വരുത്തിയാണ് ഇപ്പോൾ ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബിൽ പാസ്സാക്കുന്നത് അത്യസാധാരണ ഘട്ടങ്ങളിലാണ്. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ വാർത്താ സമ്മേളന സമയത്ത് തദ്ദേശ മന്ത്രിയോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ പറഞ്ഞത് അത് മാറ്റങ്ങളില്ല. അതായത് നേരത്തെയും ഈ കോവിഡ് സമയത്ത് ഈ ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. അതിൽ കാര്യമായ മാറ്റമില്ല. അതുകൊണ്ട് തന്നെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് നിർബന്ധമില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തോട് അനൌദ്യോഗികമായ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. പക്ഷേ ആ കമ്മ്യൂണിക്കേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് പ്രതിപക്ഷത്തിനുണ്ട് എന്ന് പ്രതിപക്ഷവും അറിയിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ പ്രതിപക്ഷം അക്കാര്യത്തിൽ ആ രീതിയിൽ സഹകരിക്കാത്തത് കൊണ്ടാണ് ഈ വളരെ അതിവേഗം ഈ ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് മന്ത്രി എം പി രാജേഷിന്റെ ഇക്കാര്യത്തിലെ വിശദീകരണം. എന്തായാലും 5 മിനിറ്റിലാണ് തദ്ദേശ വാർഡ് വിഭജന ബില്ല് നിയമസഭ പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, ഷഫീദ് റാവുത്തറാണ്. തദ്ദേശ വാർഡ് വിഭജന ബില്ലാണ് ഞൊടിയിടയിൽ പാസ്സാക്കിയത്. സബ്ജക്ട് കമ്മിറ്റി ഒന്നും വിട്ടില്ല. അജണ്ടയിൽ ഭേദഗതി അടക്കം വരുത്തിയാണ് അത് വിട്ടത്.